ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു നോട്ടിഫിക്കേഷൻ്റെ വാർത്തയുമായിട്ടാണ്. പക്ഷേ ഈ നോട്ടിഫിക്കേഷൻ ഒരു പെർമനൻ്റ് ജോബല്ല, ഒരു കോൺട്രാക്ട് ബേസിസിലേക്കാണ്. ഇവിടെ നിയമനം നൽകുന്നത് ഭാരത് ഇലക്ട്രോണിക്സിലേക്കാണ്. ഇവിടെ 2 തസ്തികകളിലേക്കാണ് കരാർ അടിസ്ഥാനത്തിൽ വിളിച്ചിരിക്കുന്നത്. ആദ്യത്തെ ട്രെയിനി എഞ്ചിനീയർ ഗ്രേഡ് 1ഉം പ്രോജക്ട് എഞ്ചിനീയർ 1ഉം എന്നിങ്ങനെ പറയുന്ന 2 കാറ്റഗറികളിലാണ് നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ് നടക്കാൻ പോകുന്നത്. 2 തസ്തികയിലേക്കും പെർമനൻ്റ് നിയമനമല്ല, കോൺട്രാക്ട് ബേസിസിലാണ്. ആദ്യമായിട്ട് ട്രെയിനി എഞ്ചിനീയറിംഗ് 1, അതിൽ പ്രധാനമായിട്ടും കാറ്റഗറി ആയിട്ട് വരുന്നത് ഇലക്ട്രോണിക്സിന് 42ഉം മെക്കാനിക്കൽ 20ലും കമ്പ്യൂട്ടർ സയൻസിൽ 5ഉം അങ്ങനെ മൊത്തം 67 വേക്കൻസികളാണ് നിലവിൽ വിളിച്ചിരിക്കുന്നത്. ഇതിന് സാലറി എന്ന് പറയുന്നത് ഒരു വർഷം 30,000 രൂപയും, രണ്ടാമത്തെ വർഷം 35,000 രൂപയും, മൂന്നാമത്തെ വർഷം 40,000 രൂപയുമാണ് മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത്. ഇതിന് അപേക്ഷിക്കുവാനുള്ള മാക്സിമം പ്രായപരിധി എന്ന് പറയുന്നത് 28 വയസ്സാണ് എന്നുള്ളതാണ് ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം. അടുത്തതായിട്ട് പ്രോജക്റ്റ് എഞ്ചിനീയർ എന്ന പോസ്റ്റിലേക്കാണ്. ഇവിടെ ഇലക്ട്രോണിക്സിന് 43ഉം മെക്കാനിക്കലിന് 18ഉം കമ്പ്യൂട്ടർ സയൻസിന് 8ഉം മെക്കട്രോണിക്സിന് 1ഉമാണ് വേക്കൻസികളുള്ളത്. ഇതിൽ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. മിനിമം കുറയാത്തത് ഏറ്റവും കുറഞ്ഞത് 2 വർഷമെങ്കിലും കുറയാത്ത എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അനിവാര്യമാണ്. അത് റെലവൻറ്റ് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ തന്നെ നിങ്ങൾക്കുള്ള എക്സ്പീരിയൻസ് ഇവിടെ മസ്റ്റായിട്ട് പറയുന്നുണ്ട്. ഇതിന് അപേക്ഷിക്കുവാൻ വേണ്ടുന്ന മാക്സിമം പ്രായപരിധി എന്ന് പറഞ്ഞാൽ 32 വയസ്സാണ്. മാത്രമല്ല ഇവിടുത്തെ പേ സ്കെയിൽ കുറച്ചും കൂടി ഉയർന്നതാണ്. ഇവിടെ ആദ്യത്തെ വർഷം 40,000 രൂപയും, രണ്ടാമത്തെ വർഷം മുതൽ 45,000 രൂപയും, മൂന്നാമത്തെ വർഷം 50,000 രൂപയും, നാലാമത്തെ വർഷം മുതൽ 55,000 രൂപയുമാണ് സാലറി ആയിട്ട് മാക്സിമം ലഭിക്കുന്നത്. ഇനിയും അപ്പർ ഏജ് ലിമിറ്റ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി ഓൾറെഡി പറഞ്ഞിരുന്നു. ട്രെയിനി എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് 28 വയസ്സും, എന്നാൽ OBC SC ST വിഭാഗങ്ങൾക്ക് നിയമാനുസൃതമായിട്ടുള്ള 3, 5 എന്നിങ്ങനെയുള്ള വയസ്സളവും ലഭ്യമാണ്. ഇനി പ്രോജക്ട് എഞ്ചിനീയർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് 32 വയസ്സാണ്. അതിലും ഇതുപോലെ തന്നെ OBC വിഭാഗങ്ങൾക്ക് ഒപ്പം തന്നെ SC ST വിഭാഗങ്ങൾക്കും നിയമാനുസൃതമായിട്ടുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനിയും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. ട്രെയിനി എഞ്ചിനീയർ എന്ന് പറയുന്നതിൽ പ്രധാനമായിട്ടും ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്, എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിലുള്ള BE, BTech, BSc എഞ്ചിനീയറിംഗ് ഡിഗ്രി 4 വർഷത്തെ കോഴ്സിൽ നിങ്ങൾ പാസ്സായവർക്ക് മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു പോസ്റ്റിലുള്ളവർക്ക് മാത്രമേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ഡിപ്ലോമക്കാർക്കൊന്നും അപേക്ഷിക്കാൻ ഒക്കുന്നതല്ല. അടുത്തതായിട്ട് പ്രോജക്റ്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റാണ്. അതും ഇത് തന്നെയാണ്. ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്, മെക്കട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിലുള്ളവർക്ക് 4 വർഷത്തിൽ കുറയാത്ത BE, BTech, BSc എഞ്ചിനീയറിംഗ് ഉണ്ടായിരിക്കണം. ഒപ്പം തന്നെ പാസ് ക്ലാസ് മാർക്ക്, അതായത് പാസ്സായാൽ മാത്രം മതിയാവും എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിന്, അതായത് പ്രോജക്റ്റ് എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിന് നിങ്ങൾക്ക് 2 വർഷത്തിൽ കുറയാത്ത റെലവൻറ്റ് എക്സ്പീരിയൻസും വളരെ പ്രധാനമാണ് എന്ന് കൺസിഡർ ചെയ്യുന്നു. ഇനിയും ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഡിസിപ്ലിനിലേക്ക് വരുമ്പോൾ ഏതൊക്കെ സബ്ജക്റ്റാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ടെലികമ്മ്യൂണിക്കേഷൻ ഇത്ര വിഭാഗത്തെ ഇലക്ട്രോണിക്സ് എന്ന ക്രൈറ്റീരിയയിൽ ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. മെക്കാനിക്കൽ മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് വരുമ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. ഇനി മെക്കട്രോണിക്സ് മാത്രമേ കൺസിഡർ ചെയ്യുകയുള്ളൂ എന്ന് ഇവിടെ നോട്ടിഫിക്കേഷനിൽ തന്നെ പറയുന്നുണ്ട്. അടുത്തതായിട്ട് റെലവന്റ് പോസ്റ്റ് ക്വാളിഫിക്കേഷനും ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസിനും കൺസിഡർ ചെയ്യുന്നത് 1/1/2025, അതായത് ഈ വർഷം 1/1/2025 എന്ന ക്രൈറ്റീരിയയിലായിരിക്കും. നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ ജോബ് കോഡ് വെച്ച് വേണം അപേക്ഷിക്കാൻ. ജോബ് കോഡ് TE0101 എന്ന് പറയുന്നത് ട്രെയിനി എഞ്ചിനീയർ ആണ്. ഇനിയും ജോബ് കോഡ് PE0101 എന്ന് പറയുന്നത് പ്രോജക്റ്റ് എഞ്ചിനീയറുമാണ്. ഈ ഒരു കോഡ് കൺസിഡർ ചെയ്ത് വേണം നിങ്ങൾ അപേക്ഷിക്കുവാൻ വേണ്ടത്. ഇനിയും സെലക്ഷൻ പ്രൊസീജിയറാണ്. ഇത് ട്രെയിനി എഞ്ചിനീയറിനെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി സ്പെസിഫൈഡ് ക്രൈറ്റീരിയ മെൻഷൻഡ് എബോ ഉണ്ട്. അതായത് അഡ്വൈസ്ഡ് വിൽ ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ റിട്ടേൺ ടെസ്റ്റിന് ശേഷം, നിങ്ങളുമായിട്ടൊരു റിട്ടേൺ ടെസ്റ്റ് നടത്തിയ ശേഷം അതിൽ 100 മാർക്കിൻ്റെ ടെസ്റ്റിന് ശേഷമായിരിക്കും ബെല്ല് ട്രെയിനി എഞ്ചിനീയേഴ്സിനെ കൺസിഡർ ചെയ്യുന്നത്. ഇനിയും പ്രോജക്റ്റ് എഞ്ചിനീയേഴ്സിനെ സെലക്ട് ചെയ്യുന്നതിനും ഇതേ ക്രൈറ്റീരിയ തന്നെയാണ്. അതിന് 85 മാർക്കിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇനിയും ആപ്ലിക്കേഷൻ ഫീ ആണ്. ഇതിന് ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്.
ട്രെയിനി എഞ്ചിനീയറിന് അപേക്ഷിക്കുന്നതിന് 150 രൂപയും അതിൻ്റെ GST നിങ്ങൾക്ക് ബാധകമാണ്. ഇനി പ്രോജക്ട് എഞ്ചിനീയറുടെ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിന് 400 രൂപയും അതിൻ്റെ GSTയും ഇവിടെ ബാധകമാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് നടത്തേണ്ടത് ഈ ഒരു പ്രോസസ്സ് വഴിയാണ്. online.sbi.com എന്ന സൈറ്റ് വഴി നിങ്ങൾ പേയ്മെൻറ്റ് നടത്തണം. അതിൻ്റെ പ്രൊസീജിയേഴ്സ് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ അതിൻ്റെ അകത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് കൊടുത്തത് കാണാൻ പറ്റും. അതേ മാനദണ്ഡം പാലിച്ച് നിങ്ങൾക്ക് ഇത് പേ ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷനാണ്. ഇത് ഓൺലൈൻ ആപ്ലിക്കേഷൻ അല്ല, മറിച്ച് ഓഫ്ലൈൻ ആപ്ലിക്കേഷനാണ്. നിങ്ങൾ ഈ അയക്കുന്ന ആപ്ലിക്കേഷൻ 20/2/2025 മുമ്പായിട്ട് ഡെപ്യൂട്ടി ജനറൽ മാനേജർ HR എന്ന് തുടങ്ങുന്ന ബെല്ലിൻ്റെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ കൊടുത്തിരിക്കുന്ന HR-ൻ്റെ ഈ അഡ്രസ്സിൽ അയച്ചു നൽകേണ്ടതാണ്. അവിടെ എത്തിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ അവർ കൺസിഡർ ചെയ്തതായിട്ട് കരുതുകയുള്ളൂ. ഡെപ്യൂട്ടി ജനറൽ മാനേജർ HR എന്ന് തുടങ്ങുന്ന ഈ ഒരു അഡ്രസ്സിലാണ് നിങ്ങൾ അയക്കേണ്ടത്. നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ ഏതാണോ കോഡ്, ആ കോഡ് വഴി നിങ്ങൾ അയച്ച് നിങ്ങൾ അതിന് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒരു ഫോർമാറ്റ് ഉണ്ടാവും. ആ ഫോർമാറ്റ് കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഒരിക്കലും ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റുമെന്ന് കരുതരുത്. ഓഫ്ലൈൻ മോഡിൽ മാത്രമേ നിലവിൽ ഇതിനുള്ള അപേക്ഷാ പ്രൊസീജിയർ ഉള്ളൂ. അപ്പം ഇതിന് യോഗ്യതയുള്ളവരെല്ലാവരും അത് അപേക്ഷിക്കുക. ഇതൊരു കോൺട്രാക്ട് ബേസിൽ മാത്രം ജോലി ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വേറൊരു കാര്യം ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടത്, ഇവിടെയൊക്കെ ജോലി ചെയ്ത് കിട്ടുന്ന എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന് വളരെ വലിയ വാലിഡിറ്റി ഉള്ളതാണ് എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അപ്പം താല്പര്യമുള്ള ഏതൊരാളും ഇത് അപേക്ഷിക്കുക. കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. മാത്രമല്ല 2 പോസ്റ്റുകളിലേക്കും ഓരോരോ വർഷം വീതമുള്ള ഒരു എക്സ്റ്റൻഷൻ കൂടി അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമെന്ന് കരുതുന്നു. എല്ലാവർക്കും ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.